ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ മക്കളുടെ മലയാളത്തിലെ ഒരു ചെറിയ പാഠഭാഗമാണ്. മണിയപ്പൻ്റെ മഴു എന്നുള്ള പാഠഭാഗമാണ് കേട്ടോ. ആ പാഠഭാഗവും അതിലെ മുഴുവൻ പ്രവർത്തനങ്ങളുമാണ് ചെയ്തു നോക്കുന്നത്. ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. മണ്ണിലൂടെ നടക്കുമ്പോൾ കാലിനടിയിൽപ്പെട്ട് ചതഞ്ഞരയുന്ന ചെറു പ്രാണികളെപ്പോലും ഓർത്ത് ദുഃഖിക്കുന്നവരാണ് നാം. എന്നാൽ നമുക്ക് മണ്ണിൽ നടക്കാതിരിക്കാൻ കഴിയുമോ? ഇല്ല അല്ലേ? കുഴയ്ക്കുന്നൊരു ചോദ്യമാണത്. കവിതയിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. മണിയപ്പൻ്റെ മഴു. മഴുവും വൻ വടവും താങ്ങി മണിയപ്പൻ മുറ്റത്ത്. സുഖമല്ലേ കുശലം ചോദിച്ചൊരു ചിരി അച്ഛനടുത്ത്. സുഖമാർക്ക് മരത്തിൽ നിന്നൊരു പക്ഷി ചിലച്ചതു നോക്കി മണിയപ്പൻ ഒരുങ്ങി മഴുവാൽ നഖമോരോന്ന് മിനുക്കി. പൂക്കാത്തൊരു മാവും മഴുവിൻ വായ്ത്തല കണ്ടാൽ കായ്ക്കും. മുഖമങ്ങു തിരിക്കും ഞാനാ ചില്ലകൾ വെട്ടിയിറക്കും. തടി വെട്ടി മറിക്കാനൊടുവിൽ വടമതിലിട്ടു വലിക്കെ പിടയുന്ന കരച്ചിൽ കേൾക്കാം കേട്ടില്ലെന്നു നടിക്കും. ഒരു പച്ചയെടുത്തൻ ജീവിതം എങ്ങനെ പച്ച പിടിക്കും? പണി നിർത്തുകിലെന്നും കൂരയിലെങ്ങനെ കഞ്ഞി കുടിക്കും? മനോജ് ഗുരൂർ എഴുതിയതാണ്. ഇന്ന് നമുക്ക് ഓരോ വരികളുടെ അർത്ഥങ്ങൾ നോക്കാം. മഴുവും വൻ വടവും താങ്ങി മണിയപ്പൻ മുറ്റത്ത്. മഴു എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? വെട്ടാനാണല്ലേ. മഴുവും വൻ വടവും, വലിയ വടം. വടം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നമ്മൾ വലിയ കയറാണ്. നമ്മൾ മരം മുറിക്കാനും തടി മുറിക്കുന്ന സമയത്ത് നമ്മൾ തടി പിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കയറാണ് വടം. വടം വലി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പോൾ അങ്ങനെയുള്ള വലിയ വടവും താങ്ങി മണിയപ്പൻ മുറ്റത്ത്. അപ്പോൾ എങ്ങോട്ടായിരിക്കും പോകുന്നത്? മണിയപ്പൻ ഒരു മരം വെട്ടുകാരനായിരിക്കും, മരം മുറിക്കാനായിരിക്കും അല്ലേ? അതിനല്ലേ മഴവും വടവും ഒക്കെ എടുത്ത് പോകുന്നത്. സുഖമല്ലേ കുശലം ചോദിച്ചൊരു ചിരി അച്ഛനടുത്ത്. അപ്പോൾ മണിയപ്പൻ ഇറങ്ങിയപ്പോൾ സുഖമല്ലേ എന്ന് ചോദിച്ചിട്ട് അച്ഛന് ഒരു ചെറു ചിരിയോട് കൂടിയിട്ട് ചോദിച്ചു. സുഖമല്ലേ എന്ന് ചോദിച്ചു മണിയപ്പനോട്. സുഖമാർക്ക് മരത്തിൽ നിന്നൊരു പക്ഷി ചിലച്ചത് നോക്കി മണിയപ്പൻ ഒരുങ്ങി മഴുവാൽ നഖം ഓരോന്ന് മിനുക്കി. അപ്പോൾ സുഖമല്ലേ എന്നുള്ള അച്ഛൻ്റെ ചോദ്യത്തിന് ആരാണ് മറുപടി പറയുന്നത്? ആർക്കാണ് ഒരു ദുഃഖം? സുഖമാർക്ക് എന്ന് ചോദിച്ചത് ആരാണ്? മരത്തിലുണ്ടായിരുന്ന ഒരു കിളി അല്ലേ? അപ്പോൾ കിളിക്ക് അറിയാം എന്ത്? തങ്ങൾ നിൽക്കുന്ന മരം മുറിക്കാൻ വരികയാണ്. ആർക്കാ സുഖം എന്ന് ചോദിക്കും അല്ലേ? അപ്പോൾ നമ്മൾ എന്തെങ്കിലും പ്രശ്നത്തിലാണെങ്കിൽ സുഖമല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്ത് സുഖം എന്ന് പറയില്ലേ? അതുപോലെ തന്നെ അപ്പോൾ ആർക്ക് സുഖം, ആർക്ക് എന്ന് മരത്തിൽ വിരുന്നൊരു പക്ഷി ചിലച്ചത് മണിയപ്പൻ നോക്കി. മണിയപ്പൻ നോക്കിയിട്ട് മഴുകൊണ്ട് നഖം ഓരോന്നൊക്കെ മിനുക്കി മരം വെട്ടാനായികയാണ്. പൂക്കാത്തൊരു മാവും മഴുവിൻ വായ്ത്തല കണ്ടാൽ കായ്ക്കും. എന്താ പറയുന്നത്? തീരെ പൂക്കാത്തൊരു മാവ് പോലെ മരം മുറിക്കാൻ സമയമാകുമ്പോൾ എന്തുണ്ടായിട്ടുണ്ടാവും? അതിൽ പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവുമായിരിക്കും. അത് മണിയപ്പൻ അറിയുന്ന ഒരു കാര്യമാണ്. ഒരുപാട് കാലമായിട്ട് മരങ്ങൾ മുറിക്കുകയല്ലേ, അപ്പോൾ അറിയാം എങ്ങനെയാണ് താൻ മുറിക്കാൻ പോകുന്ന മാവൊക്കെ. പൂക്കാത്ത മാവാണെങ്കിൽ കൂടി അതിനെ വെട്ടാൻ സമയമാവുന്ന സമയത്ത് അതെന്തായിരിക്കും? നന്നായിട്ട് കായ്ച്ചിട്ടുണ്ടായിരിക്കും. മുഖമങ്ങ് തിരിക്കും ഞാനാ ചില്ലകൾ വെട്ടിയിറക്കും. അത് കണ്ടൊന്നും മണിയപ്പൻ അതിനൊന്നും മൈൻഡ് ചെയ്യാറില്ല. അത് നല്ല കായ്ക്കുന്ന മരമാണല്ലേ ഒന്ന് കരുതി വെട്ടാതിരിക്കാറില്ല. ഞാൻ അതെല്ലാം അവഗണിച്ച് അതിൽ നിന്ന് മുഖം തിരിച്ച് ഞാൻ മരത്തിൻ്റെ ചില്ലകൾ ഓരോന്നായിട്ട് വെട്ടിയിറക്കും. തടി വെട്ടി മറിക്കാനൊടുവിൽ വടമതിലിട്ട് വലിക്കെ മരത്തിൻ്റെ വലിയ തടി വെട്ടിയിട്ട് അത് നമ്മൾ വടം കെട്ടിയിട്ട് മറിക്കുമല്ലോ, തടി വലിച്ച് താഴെ ഇടുമല്ലോ. അങ്ങനെ വലിച്ച് താഴെ ഇടാൻ നിൽക്കുന്ന സമയത്ത് പിടയുന്ന കരച്ചിൽ കേൾക്കാം കേട്ടില്ലെന്ന് നടിക്കും. പിടയുന്ന കരച്ചിൽ, മരത്തിൽ നിന്ന് പിടയുന്ന കരച്ചിൽ കേൾക്കും. എന്തിൻ്റെ കരച്ചിലാവും മക്കളെ? കിളികളുടെ കരച്ചിലായിരിക്കും അല്ലേ? മരത്തിൽ ഒരുപാട് കിളികൾ കൂടുകൂട്ടി താമസിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ കരച്ചിലാണ് മണിയപ്പൻ കേൾക്കാറ്. പക്ഷേ ആ കരച്ചിൽ കേൾക്കുമ്പോഴും ഞാൻ കേട്ടില്ല എന്ന് നടിക്കും. കാരണം എന്താണ്? മണിയപ്പൻ്റെ ജോലി അതാണ്. മരം മുറിക്കുക എന്നതാണ് മണിയപ്പൻ്റെ ജോലി. ഒരു പച്ചയെടുത്തൻ ജീവിതം എങ്ങനെ പച്ച പിടിക്കും? ഈ ഒരു പച്ച എടുത്തതെന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഒരു മരത്തെയാണ് ഉദ്ദേശിക്കുന്നത്. മരം പച്ച നിറത്തിലാണല്ലോ. അപ്പോൾ ആ ഒരു മരം എടുത്തിട്ട് എൻ്റെ ജീവിതം എങ്ങനെ പച്ച പിടിക്കും എന്ന് വെച്ചാൽ എൻ്റെ ജീവിതം എങ്ങനെ രക്ഷപ്പെടും, എങ്ങനെ എനിക്ക് നല്ലതുപോലെ ജീവിക്കാൻ കഴിയും? ഒരു മരം മുറിച്ചതുകൊണ്ട് എനിക്ക് നല്ലതുപോലെ ജീവിക്കാൻ കഴിയുമോ? ഇല്ല. അദ്ദേഹത്തിൻ്റെ തൊഴിൽ അതാണ്. എത്രത്തോളം കിട്ടുന്നോ അതിനനുസരിച്ച് അദ്ദേഹത്തിന് പണം ലഭിക്കുകയുള്ളൂ.
പണി നിർത്തിയില്ലെന്നും കൂരയിൽ എങ്ങനെ കഞ്ഞി കുടിക്കും. ഞാൻ എൻ്റെ ഈ ജോലി നിർത്തുകയാണെങ്കിൽ, മരം മുറിക്കുന്ന ഈ ജോലി നിർത്തുകയാണെങ്കിൽ എൻ്റെ കൂരയിൽ എങ്ങനെ കഞ്ഞി കുടിക്കും, എൻ്റെ വീട്ടിലുള്ളവർക്ക് ഞാൻ എങ്ങനെ എനിക്ക് അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കാനായിട്ട് പറ്റും എന്നാണ് മണിയപ്പൻ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ മക്കളെ പറയുന്നത്, അദ്ദേഹത്തിന് മരം മുറിക്കുന്നതിൽ സങ്കടമുണ്ടല്ലേ, ഒരുപാട് സങ്കടമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മരങ്ങളുടെയും പിന്നെ അതുപോലെ മരത്തിൽ താമസിക്കുന്ന ജീവികളുടെയും ഒക്കെ കരച്ചിൽ കേൾക്കാൻ കഴിയുന്നത്. പക്ഷേ അതിനൊക്കെ അവഗണിക്കുന്നത് എന്തുകൊണ്ടാണ്, തൻ്റെ വീട്ടിൽ തന്നെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഭക്ഷണം കൊടുക്കാൻ തനിക്ക് ഈ ഒരു ജോലി മാത്രമേ അറിയൂ, അപ്പോൾ ഇത് ചെയ്തേ മതിയാവൂ എന്നുള്ള രണ്ടിനും നടുവിലാണ്. നമ്മൾ കടലിനും ചെകുത്താനും നടുവിലെന്ന് പറയില്ലേ, അതുപോലെ തന്നെ ഒരു അവസ്ഥ, അത്തരം ഒരു അവസ്ഥയാണ് ഈ കവിതയിലൂടെ പറയുന്നത്. അപ്പോൾ കവിത മനസ്സിലായല്ലോ മക്കൾക്ക്. ഇനി നമുക്കിതിലെ കുറച്ച് ചോദ്യങ്ങളുണ്ട്, അത് നോക്കാം. ചോദ്യം 1, കവിത താളമിട്ട് ചൊല്ലൂ. ഈ കവിത നല്ല താളത്തിൽ മക്കളൊന്ന് ഗ്രൂപ്പുകളിൽ ചൊല്ലി കേൾപ്പിച്ചു കൊടുക്കുക. ഗ്രൂപ്പായിട്ടും ഒറ്റയ്ക്കും ക്ലാസ്സിൽ ചൊല്ലി കേൾപ്പിക്കാം കേട്ടോ. ചോദ്യം 2, പൂക്കാത്തൊരു മാവും മഴുവിൻ വായ്ത്തല കണ്ടാൽ കായ്ക്കും. എന്താണ് ഇതിനർത്ഥം? ഈ വരികളുടെ അർത്ഥം എന്താണ്? ഈ വരികൾ സൂചിപ്പിക്കുന്നത് ഒരു കാര്യത്തിനായി കഠിനമായി പ്രയത്നിക്കുമ്പോൾ അതിൻ്റെ ഫലം ലഭിക്കുമെന്നാണ്. മഴുവിൻ്റെ വെട്ടേൽക്കുമ്പോൾ മാവ് അതിൻ്റെ നിലനിൽപ്പിനായി കായ്ക്കാൻ തുടങ്ങുന്നു. ചോദ്യം 3, പിടയുന്ന കരച്ചിൽ കേൾക്കാം. ആരുടെയെല്ലാം? മരം വെട്ടുമ്പോൾ അതിൽ കൂടുകളുണ്ടാക്കി താമസിക്കുന്ന പക്ഷികൾക്കും മറ്റ് ജീവികൾക്കും അത് അവരുടെ വാസസ്ഥലം നഷ്ടപ്പെടുത്തുന്നു. അവരുടെ സങ്കടം നിറഞ്ഞ ശബ്ദത്തെയാണ് പിടയുന്ന കരച്ചിൽ എന്ന് കവി ഇവിടെ വിശേഷിപ്പിക്കുന്നത്. ചോദ്യം 4, ഒരു പച്ചയെടുത്തൻ ജീവിതം എങ്ങനെ പച്ചപിടിക്കും? പച്ചയെടുക്കുക, പച്ച പിടിക്കുക, ഈ പ്രയോഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടെത്താമോ? പച്ചയെടുക്കുക എന്നതിനർത്ഥം മരത്തിൻ്റെ പച്ചിലകൾ വെട്ടിയെടുക്കുക എന്നാണ്. പച്ച പിടിക്കുക എന്നതിനർത്ഥം ജീവിതത്തിൽ അഭിവൃദ്ധി നേടുക അല്ലെങ്കിൽ മെച്ചപ്പെടുക എന്നാണ്. ഈ വരികളിൽ മരം വെട്ടുന്ന തൊഴിലാളി താൻ ചെയ്യുന്ന പ്രവൃത്തി തൻ്റെ ജീവിതത്തെ എങ്ങനെ മെച്ചപ്പെടുത്തുന്നു എന്ന് ചിന്തിക്കുന്നു. മരങ്ങൾ വെട്ടുമ്പോഴാണ് തനിക്ക് വരുമാനം ലഭിക്കുന്നത്, അതുവഴി തൻ്റെ കുടുംബത്തിന് ജീവിക്കാൻ കഴിയുന്നു. അവസാനത്തെ ചോദ്യം, ഒരു വാക്കിന് ഒന്നിലധികം അർത്ഥം വരുന്ന മറ്റ് സന്ദർഭങ്ങൾ കണ്ടെത്തൂ. ആദ്യം നമുക്ക് പച്ച എന്നുള്ള വാക്കിന് തന്നെ നോക്കാം. പച്ച നിറം, അതായത് ഒരു നിറമാണല്ലേ പച്ച നിറത്തിലുള്ള ഇലകൾ. പച്ച എന്ന് പറഞ്ഞാൽ പുതിയത് അല്ലെങ്കിൽ ഉണങ്ങാത്തത് എന്നൊരർത്ഥമുണ്ട്. ഉദാഹരണം പച്ച വിറക്, പച്ച മുറിവ് എന്നൊക്കെ പറയില്ലേ. പിന്നെ പച്ച എന്ന് പറയുന്നത് ജീവൻ്റെ പ്രതീകമായിട്ട് നമ്മൾ പറയാറുണ്ട്. ഉദാഹരണം പച്ചയായ ജീവിതം. ഇനി മറ്റു വാക്കുകൾ നോക്കാം. വലയിൽ വീഴുക, മീനോ മറ്റോ വലയിൽ അകപ്പെടുന്നതിനും നമ്മളൊരു ആപത്തിൽ ചെന്ന് ചാടുന്നതിനും ഇങ്ങനെ പ്രയോഗിക്കുന്നു. പൊളിച്ചടുക്കുക, കെട്ടിടമോ മറ്റോ പൊളിക്കുന്നതിനും ആഘോഷങ്ങൾ ഉഷാറാക്കുന്നതിനും ഇങ്ങനെ പറയുന്നു. കുഴിയിൽ ചാടുക, ഒരു കുഴിയിൽ വീഴുന്നതിനും ഏതെങ്കിലും ഒരു ആപത്തിൽ ചെന്ന് ചാടുന്നതിനും ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ ഈ പാഠത്തിൽ പഠിക്കാനായിട്ടുള്ളത്. ചെറിയൊരു പാഠഭാഗമാണ്. പാഠഭാഗവും അതിൽ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ എല്ലാം മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ. അതുപോലെ 4ാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ വീഡിയോസിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ശരി, അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്